ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പോരാട്ടം കനക്കുകയാണ്. ബീഹാറിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരയിലും പട്നയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. പട്നയിലെ മെഗാ റോഡ് ഷോയും അദ്ദേഹം നടത്തും. ബീഹാറിൽ NDA ഭരണ തുടർച്ച നേടുമെന്ന അഭിപ്രായ സർവേകൾ പുറത്തു വന്നിരുന്നു. ജിഷ്ണു കൃഷ്ണൻ പട്നയിൽ നിന്ന് ചേരുകയാണ് തത്സമയ വിവരങ്ങളുമായി. ജിഷ്ണു, എന്തൊക്കെയാണ് ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ വിശേഷങ്ങൾ? കാരണം ആ ചൂടിലേക്ക് പൂർണ്ണമായി ബീഹാർ കടന്നു കഴിഞ്ഞു. മാത്രമല്ല 10 നിർണായക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് അത് ഭരണ തുടർച്ചയിൽ NDAക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ആദ്യഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്കും ഏറ്റവും ശക്തമായും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA, RJD നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും അതിശക്തമായ പ്രചാരണം നടത്തുന്നു. അതിനിടയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ബീഹാറിലെത്തുന്നത്. ആരയിലും പട്നയിലും നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികളുണ്ട്. പട്നയിൽ മെഗാ റോഡ് ഷോയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങൾ 121 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ശക്തമാക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ റോഡ് ഷോ നടത്തുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. ഈ റോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ബെയ്ലി റോഡിൽ ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തും. അതിന് ജനങ്ങൾക്ക് നിൽക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ ഇരുവശവും വേലികൾ കെട്ടിക്കൊണ്ട് തിരിച്ചിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളും അതിൻ്റെ പരിശോധനകളും നടന്നിട്ടുണ്ട്. വലിയ രീതിയിൽ 10,000-കണക്കിന് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും എന്നുള്ളതാണ് BJP പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് 4 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടക്കാനുള്ളത്. ആ റോഡ് ഷോയിൽ വലിയ രീതിയിൽ അതിനുശേഷം നടക്കുന്ന പൊതുപരിപാടിയിൽ പട്നയുടെ വികസനം സംബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ഈ തെരഞ്ഞെടുപ്പിൽ NDA ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, പ്രകടന പത്രിക, ഒപ്പം RJD കോൺഗ്രസ് ഭരണത്തിൻ്റെ മുൻകാല ചരിത്രവും പ്രധാനമന്ത്രി സൂചിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP JDU സഖ്യത്തിൻ്റെ പ്രചാരണ രീതി തന്നെ അതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പദ്ധതികൾ, ഒപ്പം RJDയുടെ ജംഗിൾ രാജ് ഭരണം ജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം NDA നയിക്കുന്നത്. പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി റോഡിനിരുവശവും ബീഹാറിലെ തനത് സാംസ്കാരിക പരിപാടികൾ, കലാരൂപങ്ങൾ ഇവയെല്ലാം തന്നെ ഉണ്ടാകും. അതിനായി പ്രത്യേകം സ്റ്റേജുകൾ റോഡിൻ്റെ സമീപത്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. ബീഹാറിൻ്റെ തനത് സാംസ്കാരിക പരിപാടികളോടുകൂടിയായിരിക്കും നരേന്ദ്രമോദിയെ ബീഹാറിൻ്റെ മണ്ണിലേക്ക് വരവേൽക്കുന്നത്. നരേന്ദ്രമോദി എത്തുന്നത് തീർച്ചയായും NDA ക്യാമ്പിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം NDA സംബന്ധിച്ച് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള നേതാവ്, രാജ്യത്തെ തന്നെ ഏറ്റവും ജനസ്വാധീനമുള്ള നേതാവ്, അദ്ദേഹത്തിൻ്റെ പട്നയിലെ റാലി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, കാരണം ഇനി 2 ദിവസം മാത്രമാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് ബാക്കിയുള്ളത്. 4-ാം തീയതി പരസ്യ പ്രചാരണത്തിൻ്റെ സമയം അവസാനിക്കും. 6-ാം തീയതിയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. സാമ്രാട്ട് ചൗധരി, വിജയ് കുമാർ സിൻഹ എന്നീ 2 ഉപമുഖ്യമന്ത്രിമാർ BJPയുടെ നേതാക്കളാണ്. ഇവർ ഉൾപ്പെടെ മത്സരിക്കുന്ന നിർണായക മണ്ഡലങ്ങളാണ് 1-ാം ഘട്ട വോട്ടെടുപ്പിൽ വിധി എഴുതാൻ ഒരുങ്ങുന്നത്. അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ.